ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. 2 മാസത്തിന് ശേഷമാണ് ഇവിടെ ബാങ്കോക്ക് ബോയുടെ 12ാമത്തെ എപ്പിസോഡ് കൊണ്ട് ഞാൻ വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ എപ്പിസോഡ് ചെയ്തത് ബ്ലോക്കായി പോയപ്പോഴത്തേക്കും പിന്നീട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് മടിയായിരുന്നതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇനിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങൾ പലരും കഥ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് എപ്പിസോഡ് എവിടെയാണ് എന്തായെന്ന് പറയാം. ഇനിയിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 11th എപ്പിസോഡ് ഒന്നുകൂടെ കണ്ടിട്ട് 12th എപ്പിസോഡ് കാണുന്നതായിരിക്കും നല്ലത്. 11ാമത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ തൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം പീസിൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയിട്ട് സണ്ണ് അയാളെ കൊല്ലാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ അതേസമയം കോമയിലേക്ക് കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേസമയം പീസും മൂവയും ചെറിയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നാപ്പും ആ ഒരു ലോബിസ്റ്റിൻ്റെ ഗ്രൂപ്പും എല്ലാം തന്നെ വന്നിട്ട് പീസിനെയും മൂവേനെയും പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുമ്പോൾ സണ്ണ് അയാളെ കൊല്ലാനായിട്ട് ഹോസ്പിറ്റൽ റൂമിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ് കണ്ടതുപോലെ തന്നെ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ വരുന്നൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ വന്ന് സണ്ണിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സണ്ണ് പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കോമയിലേക്ക് കിടന്ന പീസിൻ്റെ അച്ഛൻ എഴുന്നേറ്റിരിക്കുകയാണ്. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അയാൾ നേരത്തെ കോമയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളാണെങ്കിൽ എല്ലാം തന്നെ അങ്ങനെ അഭിനയിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സണ്ണി ഇവിടെ വന്നതും അതിനു മുന്നേ ജുൻഹോ തൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു തോക്ക് ഇയാളെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതും ഒക്കെ തന്നെ ഇയാളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ജുൻഹോ അയാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്ത ആ ഒരു തോക്കും അയാൾ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നിട്ട് അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അയാളോട് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പീസിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന്. ഇതേസമയം മൂവേനെയും പീസിനെയും പിടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. മൂവയ്ക്കാണ് ആദ്യം ബോധം വരുന്നത്. താൻ എവിടെയാണെന്ന് അറിയത്തില്ല. എന്നാൽ പീസ് അവിടെ ബോധമില്ലാതെ കിടക്കുന്നതാണുമ്പോൾ പീസിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനേ ശ്രമിക്കുന്നുണ്ട്. നാപ്പ് ആ സമയം മൂവയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. തൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഇവൻ തന്നെയാണ് തന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നും അവനാണെങ്കിൽ എന്തൊക്കെ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നും മനസ്സിലായതുകൊണ്ട് തന്നെ മൂവ അവൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്. നീ എന്താ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയതാണോ, ഞങ്ങൾ ചതിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ കൂടെ നിന്ന് മറ്റൊരാൾക്ക് ഇവളുടെ ഈ സംസാരം ഇങ്ങനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അവൾ അടിക്കുന്നുണ്ട്. എന്നാൽ നാപ്പ് തടങ്ങിയിട്ട് നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല, ഞാനാണെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞുകൊണ്ട് നിന്നെ വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ വീണ്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തുണി കൊണ്ട് അവളുടെ വായ മൂടി വയ്ക്കുന്നുണ്ട്. നാപ്പ് എന്നിട്ട് നേരെ അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം ചെറീനെയൊക്കെ കാണിക്കുമ്പോൾ ചെറീനെ പിടിച്ചുകൊണ്ട് പോകാത്തതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ അവൾ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അവൾക്ക് ബോധം വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ മൂവയും പീസും ഇല്ല. പക്ഷേ തൻ്റെ ഫ്രണ്ട് ഇപ്പോഴും അവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അവളുടെ ഫ്രണ്ടിൻ്റെ തലയിൽ ഇങ്ങനെ മുറിവ് പറ്റിയിട്ട് ചോരയും വരുന്നുണ്ടായിരുന്നു. അത് കണ്ടോടനെ തന്നെ അവളെ ഫ്രണ്ടിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം സണ്ണും ടാനും കൂടെ ആയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ അവരെ വെയിറ്റ് ചെയ്ത് ടിയാൻ അല്ല നിങ്ങളിത് എവിടെ പോയിരുന്നതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത് നാപ്പിനെ കാണിക്കുമ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് നമ്മുടെ ജുൻഹോയും ജിഹൂണും കൂടെ ആയിരുന്നു. ജിഹൂണിന് മെയിനായിട്ട് വേണ്ടത് എവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പീസിൻ്റെ അച്ഛൻ സ്വത്തുക്കളെല്ലാം ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. കാരണം ഇവന് നേടിയെടുക്കാനായിട്ട് ഇവൻ്റെ വിചാരം ഇപ്പോൾ അയാൾ ഹോസ്പിറ്റലായതുകൊണ്ട് അയാൾ എന്തായാലും മരിക്കും, ഇത് തന്നെയാണ് തൻ്റെ അവസരം എന്നാണ്. മറ്റാരുടെ തന്നെ അയാളുടെ സ്വത്തുക്കൾ എവിടെയാണ് അല്ലെങ്കിൽ ക്യാഷ് എവിടെയാണെന്നൊന്നും പീസിൻ്റെ അച്ഛൻ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വന്തം മകനായിട്ടുള്ള പീസിന് എന്തായാലും അത് അറിയായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ചോദ്യം ചെയ്യാനായിട്ട് അവനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ എങ്ങാനും സണ്ണ് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വരുവാണെങ്കിൽ അവനെ ഒന്ന് എതിർക്കാനായിട്ടും കൂടെയാണ് അവൻ്റെ അനിയത്തിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം നാപ്പ് വന്ന് സംസാരിക്കുമ്പോൾ നീയാണെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുവന്ന സമയത്ത് വേറെ തെളിവുകളൊന്നും അവശേഷിപ്പിച്ചില്ലല്ലോ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. ചെറീനെ കാണിക്കുമ്പോഴത്തേക്കും ചെറിയ ഇപ്പോൾ അവളുടെ ഫ്രണ്ടിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ നഴ്സിനോട് ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞിട്ട് അവളോട് നിന്ന് പെട്ടെന്ന് പോവാണ്. കാരണം പീസിനെ മൂവേനെ കാണാതായിട്ടുള്ള കാര്യം അവൾക്ക് സണ്ണിനെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സണ്ണുള്ള ആ ഒരു ഗ്യാരേജിലേക്ക് വരുന്നുണ്ട്. സണ്ണിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ സണ്ണ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ ടിയാനോട് ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നീ ചെയ്ത് തീർത്തായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടിയാൻ അപ്പോൾ എപ്പോഴേ ചെയ്ത് തീർത്തു, നീ ബിസി ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തതാണെന്ന് പറയുന്നുണ്ട്. എന്തോ ഡേറ്റാസ് എന്തോ കളക്ട് ചെയ്യാനുള്ള കാര്യമായിരുന്നു, അതങ്ങനെ ഇന്ന് ചെയ്തത് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നുണ്ട്. തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാനും സണ്ണ് പറയുന്നുണ്ട്. അതുമാത്രമല്ല പീസിൻ്റെ അച്ഛനാണ് തൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കി പീസിനോട് ദേഷ്യപ്പെടുന്നതിന് മുന്നേ പീസിനെ എങ്ങാനും വീടിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രാക്കർ അവൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ട്രാക്കർ ഇപ്പോൾ അവൻ്റെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ മൂവേനെയും പീസിനെയും എവിടെയാണ് പിടിച്ചു വെച്ചിരിക്കുന്ന ലൊക്കേഷൻ അവൻ മൊബൈൽ വഴി സണ്ണിന് പറയാൻ പറ്റുന്നുണ്ട്. ഈ സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിയാമോ, അവരവിടെയാണ് ഉള്ളതെന്നും ടാനിനോട് പറയുന്നുണ്ട്. വീണ്ടും നാപ്പിനെ കാണിക്കുകയാണെങ്കിൽ അവൻ തിരിച്ച് ഇപ്പോൾ പീസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പീസിനെ അവൻ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയാണ് ആ സ്വത്തുക്കളുള്ളത് നിനക്ക് അറിയാമെന്നുള്ളത് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പീസ് യാതൊരു മറുപടിയും പറയുന്നില്ല. അങ്ങനെ നാപ്പ് പീസിൻ്റെ പോക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ആ ഒരു ട്രാക്കർ കിട്ടുന്നുണ്ട്. അത് കണ്ടിട്ട് എന്താ സംഭവം എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതും പറയുന്നില്ല. പേഴ്സും കിട്ടുന്നുണ്ട്. പേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ക്യാഷും പീസിൻ്റെ അമ്മയുടെ ഫോട്ടോയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതും അവൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നാപ്പ് നേരെ ആ ഒരു ഫോട്ടോയും പിന്നെ അവന് കിട്ടിയ ട്രാക്കറും കൊണ്ട് ജിഹൂണിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ ജിഹൂൺ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ നോക്കുന്നുണ്ട്. നാപ്പ് ആ സമയം ആരാ നോക്കുമ്പോഴത്തേക്കും ജിഹൂൺ അതിന് മറുപടി പറയുന്നില്ല. പക്ഷെ അവന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോ അങ്ങ് ചുരുട്ടി കളയുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഒരു ട്രാക്കർ കിട്ടിയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പീസിനെ അന്വേഷിച്ച് സൺ വരുമെന്ന് ഇവനറിയാം. അതുകൊണ്ട് തന്നെ ജുൻഹോയുടെ അടുത്ത് വരാൻ പോകുന്ന അതിഥികൾക്കെല്ലാം നല്ലൊരു സമ്മാനം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവൻ്റെ കൂടെ തന്നെ നാപ്പ് പോവുകയും ചെയ്യുന്നുണ്ട്.
അടുത്ത് സണ്ണിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ അവനും ടാനും ടിമ്മും ചെറിയും പിന്നെ കവിനും ടിയാനൊക്കെ കൂടെ ആയിട്ട് നേരെ ഈ ഒരു ലൊക്കേഷനുള്ള ബിൽഡിങ്ങിലേക്ക് വരുന്നുണ്ട്. വരുന്ന വഴിക്ക് തന്നെ ടിയാനാണെങ്കിൽ പല കാര്യങ്ങളും അന്വേഷിച്ചിട്ട് അതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു എസ്റ്റേറ്റ് ഇതെല്ലാം തന്നെ ആ ഒരു മരിച്ചുപോയ മാഡം യാവോയുടെ ആയിരുന്നു. യാവോ മരിച്ചതിന് ശേഷം ചീപ്പായിട്ടുള്ള വിലയ്ക്ക് തന്നെ ഇതെല്ലാം പീസിൻ്റെ അച്ഛൻ വാങ്ങിച്ചെടുത്തു. ഇപ്പോൾ ഇവർ വന്നേക്കുന്ന ഒരു ബിൽഡിംഗ് തന്നെ യാവോ ഡ്രഗ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് പീസ് മൂവ് ഉള്ളത്. പക്ഷേ ഇതിൽ 10ഓളം ഫ്ലോർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏത് നിലയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇവിടുത്തെ സർവൈലൻസ് സിസ്റ്റത്തിലൊട്ടും തനിക്കാണെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അതനുസരിച്ച് എല്ലാം നോക്കി പറഞ്ഞുതരാം. അതിനുള്ളിൽ തന്നെ നിങ്ങൾ അകത്ത് കയറി അവരെ കണ്ടുപിടിച്ചാൽ അത്രയും നല്ലതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം പീസിനെ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ജുൻഹോ വന്നിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ കൊറിയനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും നിന്റെ അച്ഛൻ ദത്തെടുത്തതാണ്, എന്നാൽ നീയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മകൻ. നീ ശരിക്കും അടുത്ത അവകാശി എന്നൊരു രീതിയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ തന്നെ പെരുമാറുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിഹൂൺ ഇങ്ങനെയൊന്നും കാണിച്ച് കൂട്ടത്തില്ലായിരുന്നു, ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ ശരിയാ, പറയുമ്പോൾ അല്ല, നീയാണെങ്കിൽ അവൻ്റെ വാലായിട്ട് നടക്കുന്നില്ല, അല്ല നിനക്ക് വേറെ റോളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അവനെ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്കും ജുൻഹോ ആയാലും തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. പീസ് ആ സമയം നീ എന്നെ എന്ത് ചെയ്യും എന്നിങ്ങനെ വീണ്ടും പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് ഇതേപോലെ സണ്ണും ഗ്യാങ് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവൻ അറിയിക്കുന്നത്. അങ്ങനെ ജുൻഹോ ആണെങ്കിൽ കൊറിയയിൽ തന്നെ നിന്നെ രക്ഷിക്കാനായിട്ട് സണ്ണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ ഗാർഡ്സിനെയും വിളിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവൻ പുറത്തേക്ക് പോവാണ്. മൂവയ്ക്ക് കൊറിയൻ ലാംഗ്വേജ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ സണ്ണ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം അവൾക്ക് തായിൽ ഇവനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സണ്ണും ഗ്യാങ്ങും അകത്തേക്ക് കയറുമ്പോൾ തന്നെ ജുൻഹോയും ഗ്യാങ്ങും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും തന്നെ പരസ്പരം അറ്റാക്ക് എന്നും പറഞ്ഞ് അടി തുടങ്ങുന്നുണ്ട്. ഈ ഒരു അടിയുടെ ഇടയിൽ എങ്ങനെയും മൂവേനെയും പീച്ചിനെ രക്ഷിക്കാനുള്ളതുകൊണ്ട് തന്നെ സണ്ണാണെങ്കിൽ എല്ലാവരും കണ്ണു വെട്ടിച്ച് മറ്റൊരു വഴിയിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഓരോരോ റൂം അന്വേഷിച്ച് പോയിട്ട് ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവൻ അന്വേഷിച്ച് വരുമെന്ന് അറിയാനുള്ളതുകൊണ്ട് തന്നെ ജോൻഹോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു വലിയൊരു ഫൈറ്റ് അവിടെ വെച്ച് നടക്കുന്നുണ്ട്. പീസിൻ്റെ ട്രാക്കർ തൻ്റെ ഇപ്പോൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ട്രാക്കറും ജുൻഹോ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ലൊക്കേഷൻ വഴി എന്തായാലും ഇനി പീസിനെ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് വച്ചേക്കുന്ന ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി ഇവൻ ടിയാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നീ സർവൈലൻസ് ക്യാമറ എങ്ങനെയും ഹാക്ക് ചെയ്ത് അതുവഴി കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എത്ര നേരം എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കുറച്ച് ടൈം എടുക്കും, ഇഷ്ടംപോലെ ക്യാമറ ഉണ്ടെന്നും പറയുന്നുണ്ട്. അടുത്ത് ജിഹൂണിനെ കാണിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇപ്പോൾ പീസിൻ്റെ അമ്മ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും ആ ഒരു ഫൈറ്റൊക്കെ കാണിക്കുമ്പോൾ സണ്ണിൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും ഫൈറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തർ വെച്ച് കിട്ടുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഒരു ഫൈറ്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പോലും പറ്റുന്നില്ല. ഇതിനിടയിൽ ടിയാനാണെങ്കിൽ ആ ഒരു സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്തിട്ട് ഏത് റൂമിലാണ് മൂവയും പീസും ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ അവനത് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ മൂവേനെ ഏതൊരു മറ്റൊരു റൂമിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. അതും സണ്ണിനോട് പറയുന്നുണ്ട് പീസ് ഇപ്പോൾ ഏത് റൂമിലാണുള്ളത് ആ ലൊക്കേഷൻ മൊബൈലിലേക്ക് അയക്കാമെന്നും പറയുന്നുണ്ട്. ബാക്കിയുള്ള ഇയർഫോണിലും ഇതെല്ലാം തന്നെ അവർക്ക് കേൾക്കാനേ പറ്റുന്നുണ്ടായിരുന്നു. സോ എങ്ങനെയും അടി നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും പെട്ടെന്ന് അടി നിർത്തി വേറെ വേറെ പൊസിഷനിലോട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാൽ അതേസമയം അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചും ഓരോരുത്തരായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. വീണ്ടും ജിഹൂണിനെ കാണിക്കുമ്പോൾ അവൻ പതുക്കെ ആ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ തന്നെ പീസിൻ്റെ അമ്മ ടേബിളിൽ നിന്ന് തല വെച്ച് കിടക്കുന്നത് അവന് മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ ചെന്ന് അടുത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവരെന്ത് മരിച്ചതുപോലെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പൾസ് എന്തോ ഇവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് ഷെറീനെ കാണിക്കുമ്പോൾ അവൾ മൂവേനെയും പീസിനെയും കണ്ടുപിടിക്കാനായിട്ട് ഏതൊക്കെയോ വഴി കൂടെ പോകുമ്പോൾ അവളുടെ മുന്നിലൊരു പയ്യൻ വന്ന് നിൽക്കുന്നുണ്ട്. അവൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല ഉറപ്പുണ്ട്. ഇതെല്ലാം തന്നെ സർവൈലൻസ് ക്യാമറ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടിയാൻ അവൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ വഴി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ അടുത്തും ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി നിങ്ങൾ ആരെങ്കിലും ചെന്ന് അവളൊന്ന് ഹെൽപ്പ് ചെയ്യാനേ പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഓരോരുത്തരുടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. കവിനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കിവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ടിയാനപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ തന്നെ വരാമെന്നും പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ചെറിയുമായിട്ട് ഫൈറ്റ് നടക്കുന്ന ആ ഒരു പയ്യനെ ഇവ അടിച്ചിടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ടിയാനും ഫൈറ്റ് അറിയത്തില്ല. സോ അവനും ബുദ്ധിമുട്ടാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് കവിൻ എത്തുന്നുണ്ട്. കവിൻ വന്നിട്ട് ആ ഒരു പയ്യനെ അടിച്ചിടുന്നുണ്ട്. ടിയാനെ എങ്ങനെയൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ചെറിയുടെ കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. താൻ പോയി സണ്ണിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ കവിൻ വേറൊരു ഡയറക്ഷൻ വഴി പോകുന്നുണ്ട്. ഇതേസമയം തന്നെ മറ്റൊരു ഏരിയയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടാനാണെങ്കിൽ മൂവേനെ കുറച്ച് ആൾക്കാർ മറ്റൊരു വശത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്നുണ്ടായിരുന്നു. സണ്ണാണെങ്കിൽ പീസിന് അന്വേഷണം നടക്കുകയും ചെയ്യാണ്. അതേസമയം തന്നെ വീണ്ടും ജിഹൂണിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ പീസിൻ്റെ അമ്മ അവിടെ മരിച്ചു കിടക്കുകയാണെന്ന് അവൻ ഉറപ്പ് വരുന്നുണ്ട്. അവൻ ആ സമയം നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പീസിൻ്റെ അച്ഛൻ കയറി വരുന്നത്. പീസിൻ്റെ അച്ഛന് മനസ്സിലായിട്ടുമുണ്ട് തന്നെ കൊന്നിട്ട് തൻ്റെ ആ ഒരു സ്വത്തുകളെല്ലാം എടുക്കാനായിട്ട് നോക്കിയത് ആരാണെന്ന്. അത് മാത്രമല്ല തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടും നിന്നെ കൊല്ലാനായിട്ടും തനിക്ക് ഹെൽപ്പിന് ഒരാളുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരാളെയും കൂടെ വിളിക്കുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് എയിം വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ് എയിമിനെ പീസിൻ്റെ അച്ഛൻ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. എന്നാൽ അവനിപ്പോൾ ഇവിടെ ജീവനോടെ വന്ന് നിൽക്കുന്നുണ്ട്. സോ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നമ്മളെ കാണിച്ചു തരുന്ന സമയത്ത് എയിമാണെങ്കിൽ യാവോ മരിച്ച ഉടനെ തന്നെ ഇതേപോലെ പീസിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളാണെങ്കിൽ കഴിക്കുന്ന മെഡിസിൻ ഒന്ന് നോക്കിയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. കാരണം മെഡിസിൻ മാറ്റി വെച്ച് നിങ്ങളെ കൊല്ലാനേ നോക്കുന്ന ഒരാളുണ്ടെന്ന് ഇവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ജിഹൂണാണെന്ന് നമുക്ക് നേരത്തെ അറിയാനുള്ള കാര്യമാണ്. കാരണം ഇയാൾക്ക് ഹാർട്ടിന് പ്രോബ്ലം വന്ന് ഇയാൾ മരിച്ചാൽ മാത്രമേ ഇയാളെ സ്വത്തുക്കൾ അവന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജിഹൂൺ ഇയാൾ ഡെയിലി കഴിക്കുന്ന ഒരു മെഡിസിൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എയിം വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ജിഹൂണാണ് മാറ്റി വെച്ചതെന്ന് പറയുന്നില്ല. ഇതുപോലെ ഒരാൾ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണോ എന്നെ വിശ്വസിച്ച് നിങ്ങൾ എന്നെ കൊല്ലത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് അന്ന് അത് ആരാ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവർ തമ്മിൽ ഒരു കയ്യൊപ്പിൽ വരുന്നുണ്ട്. എയിമിനെ താൻ കൊല്ലത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പകരം യാവോ മരിച്ചതുകൊണ്ട് തന്നെ യാവോയുടെ എല്ലാ എസ്റ്റേറ്റും കാര്യങ്ങളും സ്വത്തുക്കളെല്ലാം തനിക്ക് കൊണ്ടുതരണമെന്നും അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് തൻ്റെ മെഡിസിൻ മാറ്റി വയ്ക്കാൻ നോക്കുന്നത് ഒന്നിൽ ജിഹൂൺ അല്ലെങ്കിൽ പീസ് എന്നൊരു സംശയത്തിലായിരുന്നു അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാം നേടിക്കഴിയുമ്പോൾ ഇയാളാണെങ്കിൽ എയിമിനെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നതാണ്. അത് നമ്മൾ നേരത്തെ കണ്ടൊരു സീനാണ്. പക്ഷേ അയാളുടെ വണ്ടി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ എയിമാണെങ്കിൽ പുല്ല് പോലെ എണീറ്റിരിക്കുന്നുണ്ട്. കാരണം ഇവനാണെങ്കിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ അവൻ്റെ വണ്ടി കയറി പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ അതെല്ലാം കാണിച്ച് പ്രസന്റിലേക്ക് വരുമ്പോൾ എയിമിൻ്റെ അടുത്ത് ജിഹൂണിനെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് അങ്ങ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എയിം നേരെ ജിഹൂണിനെ കൊല്ലാനായിട്ട് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നാൽ ജിഹൂണാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങളാടോ മണ്ടനായത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ എയിമാണെങ്കിൽ ഈ ഒരു തോക്ക് പീസിൻ്റെ അച്ഛൻ നേരെ ചൂണ്ടുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇയാളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ പീസിൻ്റെ അച്ഛൻ മരിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ശരിക്കുമുള്ള പ്ലാനിങ് എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇയാളെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ ഇയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് ജിഹൂൺ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യാവോ മരിക്കുന്നതിന് മുന്നേ തന്നെ ജിഹൂണാണെങ്കിൽ ഇവനെ വന്ന് മീറ്റ് ചെയ്തിട്ട് ഇതേപോലെ യാവോനെ കൊന്നു കളഞ്ഞ ഉടനെ തന്നെ നിന്നെയും കൊല്ലാനാണ് അയാൾ പ്ലാൻ ചെയ്തിട്ടേക്കുന്നത്. സോ നമുക്ക് കൊണ്ടിരിക്കും ഒരു ടീമാവെന്ന് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത്. ജിഹൂൺ പറഞ്ഞിട്ട് തന്നെയാണ് തൻ്റെ മരുന്ന് ആരോ മാറ്റി വയ്ക്കുന്നുണ്ടെന്നും ശ്രദ്ധിച്ച് കഴിക്കാനായിട്ടും എയിം ചെന്ന് സണ്ണിൻ്റെ അച്ഛനോട് പറഞ്ഞത്. ഇതെല്ലാം തന്നെ ആക്ച്വലി ഇവൻ്റെ പ്ലാൻ എന്താണോ അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എയിമിനോട് പീസിൻ്റെ അച്ഛൻ്റെ വിശ്വാസം നേടിയെടുക്കണമെന്നും നിന്നെ അയാൾ കൊല്ലത്തില്ല എന്നൊരു സിറ്റുവേഷൻ എത്തിക്കണമെന്നും അതിനുശേഷം അയാളെ നശിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പ്ലാൻ ചെയ്തത്. അങ്ങനെ അതുപോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. എല്ലാം കറക്റ്റ് ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വിചാരിച്ച പോലെ തന്നെ പീസിൻ്റെ അച്ഛനെ ഇവിടെ കൊന്നു കഴിയുകയും ചെയ്തു. പീസിൻ്റെ അമ്മേനെയും കൊന്നത് നീ തന്നെയാണെന്ന് ജിഹൂൺ ചോദിക്കുമ്പോൾ അല്ലല്ല അതൊക്കെ അയാൾ തന്നെയാണ് സ്വന്തം വൈഫിനെ കൊന്നു കളഞ്ഞെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ലോബിസ്റ്റിൻ്റെ ഗ്യാങ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നാപ്പും അവൻ്റെ കൂടെയുള്ള ഗ്യാങ്ങും. അതേസമയം സണ്ണാണെങ്കിൽ അന്വേഷിച്ച് പീസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പീസ് അവൻ വന്നോടനെ തന്നെ മുവേൻ അവരെങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, മുവേൻ അന്വേഷിച്ച് പുറകെ ടാൻ പോയിട്ടുണ്ട്, ഞാനിപ്പോൾ നിന്നെ അഴിച്ചുവിടാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കെട്ടഴിക്കാനായി നോക്കുമ്പോഴത്തേക്കും അവൻ സോറി എന്ന് പറയാണ്. സണ്ണപ്പോൾ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കെട്ടഴിച്ച് അവനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അടുത്ത് വീണ്ടും നാപ്പിനെയും ലോബിസ്റ്റ് ഗ്യാങ്ങിനെയും കാണിക്കുമ്പോൾ അവരകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് പീസിൻ്റെ അമ്മയും അച്ഛനും മരിച്ചു കിടക്കുന്നതാണ്. എന്നവിടെ മറ്റാരെയും കാണുന്നില്ല. അങ്ങനെ അവർ നോക്കിയിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് എയിമും ജിഹൂണും പിന്നെ അവരെ കുറച്ച് ആൾക്കാരും കയറി വരുന്നത്. വന്നോടനെ തന്നെ എയിമാണെങ്കിൽ നാപ്പിനെ എടുത്തിട്ട് അങ്ങ് അടിക്കുന്നുണ്ട്. നാപ്പ് ആവേശനായി വീണ് കിടക്കുന്ന സമയം എയിം അവൻ്റെ കയ്യിലോട്ട് തോക്ക് ഉപയോഗിച്ച് വീണ്ടും പീസിൻ്റെ അച്ഛൻ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുള്ളറ്റ് എല്ലാം തീരുമ്പോഴത്തേക്കും അതേ തോക്കെടുത്ത് എയിം നാപ്പിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു കുറ്റമെല്ലാം തന്നെ നാപ്പിൻ്റെ മേലിൽ ചുമത്തുക എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ജിഹൂണും ആരെയോ കോൾ ചെയ്തിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ലോബിസ്റ്റുകാരാണ് അതെല്ലാം ചെയ്തത്, ഞാനിവിടെ എത്താനായിട്ട് വൈകിപ്പോയി, അച്ഛനെ അവർ കൊന്നു കളഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം പീസിനെയും കൊണ്ട് സൺ എസ്കേപ്പ് ആവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവരെ തടയാനായിട്ട് അങ്ങോട്ടേക്ക് ജുൻഹോ വരുന്നുണ്ട്. അങ്ങനെ സണ്ണും ജുൻഹോയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അതിൽ ജുൻഹോ ആണെങ്കിൽ അവസാനം ഒരു ഫൈറ്റിൽ വീക്കായി ചെന്ന് വീഴുമ്പോഴത്തേക്കും അവനൊരു കത്തി ഉപയോഗിച്ച് കുത്താൻ തന്നെ സണ്ണ് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് പീസ് എഴുന്നേറ്റ് വന്നിട്ട് സണ്ണിനെ തടയാണ്. അതേസമയം മൂവേനെ പിടിച്ചുകൊണ്ട് പോയ രണ്ടാൾക്കാർ അവളെയും കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ജുൻഹോനെ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. സണ്ണപ്പോൾ മൂവേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറകെ വന്ന് ടാൻ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ പേര് ടാൻ എന്നാണോ, അവനെ ഞാൻ ഓൾറെഡി ഫൈറ്റ് ചെയ്ത് അടിച്ചിട്ടു, പേടിക്കണ്ട, അവൻ മരിച്ചിട്ടില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല തൊട്ട് മുമ്പിലത്തെ സീനിൽ ജിഹൂണാണെങ്കിൽ ആരെയോ കോൾ ചെയ്തിട്ട് എനിക്കിവിടെ സമയത്തിന് എത്താൻ പറ്റിയില്ല, ലോബിസ്റ്റുകാർ അച്ഛനെ കൊന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഇയാളെയാണ് വിളിച്ച് പറഞ്ഞത്. ഇയാൾ ആക്ച്വലി നല്ലൊരു ആളാണ്. ജിഹൂണാണെങ്കിൽ പക്ഷേ ഇയാളോട് സംസാരിച്ച് പീസാണെങ്കിൽ സണ്ണുമായിട്ട് ജോയിൻ ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നടന്നതെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കണ്ണിൽ ഇപ്പോൾ പീസിനെ ഒരു മോശക്കാരനാക്കിയിരിക്കുകയാണ്. ഇയാൾക്ക് അതുകൊണ്ട് തന്നെ പീസിനോട് നല്ല ദേഷ്യമുണ്ട് സത്യം മനസ്സിലാക്കാത്തതുകൊണ്ട്. പീസിന് പക്ഷേ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ട് തന്നെ തിരുത്തി പറയാനൊന്നും പറ്റുന്നില്ല. ഇയാളങ്ങനെ മൂവേനെ അവർക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ജുൻഹോനെ വിളിച്ച് വണ്ടിയിലേക്ക് വന്നിരിക്കുമ്പോൾ ഇതുപോലെ ലോബിസ്റ്റുകാർ ഇതിൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ജിഹൂണാണ് കൊന്നതെന്നുള്ള കാര്യം ഇവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല. ലോബിസ്റ്റാണ് കൊന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും ലോബിസ്റ്റുകാർ എന്തായാലും താൻ കൊല്ലുന്നൊരു ദേഷ്യത്തിൽ തന്നെ ജുൻഹോയും ഇരിക്കുന്നുണ്ട്. അതേസമയം അയാൾ നമുക്കെല്ലാവർക്കും തിരിച്ച് കൊറിയയിൽ പോകും, ഒന്നിന്ന് നമ്മുടെ ഗ്രൂപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. എല്ലാം അവസാനിച്ചുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുന്ന പീസിൻ്റെയും സണ്ണിൻ്റെയും മൂവരുടെ അടുത്തേക്ക് ആ ഒരു ടൈമിൽ ഒരു പോലീസ് വണ്ടി വരികയും അവരെല്ലാവരും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരെ മാത്രമല്ല അവരുടെ ഫ്രണ്ട്സായിട്ടുള്ള ടിമ്മിനെയും കവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടിയാനെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അവരൊക്കെ നേരെ ഹോസ്പിറ്റലിലോട്ടൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. സ്റ്റേഷനിൽ ഇപ്പോൾ സെല്ലിനുള്ളിൽ കിടക്കുന്നത് സണ്ണും ടിമ്മും പിന്നെ കവിനുമാണ്. ടിമ്മാണെങ്കിൽ ഇതിനു മുന്നേ ഇതുവരെ ഇങ്ങനെ സെല്ലിലൊന്നും കിടന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ടെൻഷനാണ്. ഇനി എന്ത് ചെയ്യും, നമ്മൾ ജയിലിൽ പോകുമെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ മറ്റേ രണ്ടുപേർക്കും ഇത് അനുഭവമുള്ള കാര്യം തന്നെ മുമ്പ് സംഭവിച്ച പോലെ തന്നെ വീണ്ടും സംഭവിക്കുകയാണല്ലേ എന്നിങ്ങനെ കവിനും പറയുമ്പോൾ പക്ഷേ മുമ്പത്തെ പോലെ സെയിം എൻഡിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സണ്ണ് പറയുന്നുണ്ട്. അതേസമയം തന്നെ സണ്ണിനെ ഒരാൾ മീറ്റ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ വിസിറ്റിന് വേണ്ടിയിട്ട് സണ്ണിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സണ്ണങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് വന്നിരിക്കുന്നത് ചെറിയുടെ അങ്കിളായിരുന്നു. അങ്ങനെ അങ്കിൾ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയുണ്ട്, ചെറിയൊക്കെ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ
കഴിയുമ്പോൾ ഷെറിയും പീസും അതുപോലെ തന്നെ മൂവയെല്ലാം വിക്ടിംസ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിലിൽ പോകേണ്ട സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ നിങ്ങളെല്ലാവരും കുടുങ്ങാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ കുടുങ്ങുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കുടുങ്ങണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അങ്കിൾ ഒരു കാര്യം പറയുന്നുണ്ട്. മുമ്പ് ഒരു 1987 ടൈമിൽ പോലീസുകാരും ലോ എൻഫോഴ്സ്മെൻറ്റ് വർക്ക് ചെയ്യുന്നവരെല്ലാം എണ്ണം കുറഞ്ഞിരുന്ന സമയത്ത് ഗവൺമെൻറ് തന്നെ ഇതുപോലെ ഗാങ്സിനെയും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പിനെ തയ്യാറാക്കി. ആ ഒരു ഗ്രൂപ്പ് നശിച്ചു പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആവശ്യം വരുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പ് എല്ലാം തന്നെ തിരിച്ചു വരാറുണ്ടെന്ന് പറഞ്ഞ് താനും ആ ഒരു ഗ്രൂപ്പിൽ മെമ്പറാണെന്ന് അയാൾ ടാറ്റു കാണിച്ചുകൊണ്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സണ്ണിനെ ഹെൽപ്പ് ചെയ്യാൻ താൻ തയ്യാറാണെന്നും സണ്ണിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ട്രേഡിംഗ് നടത്താമെന്നും പറയുന്നുണ്ട്. സണ്ണാ സമയം ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ പകരമായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന് എല്ലാ കേസും ഒഴിഞ്ഞു മാറണം, അവർ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പീസിൻ്റെ അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള തെളിവുകളുടെ സർവൈലൻസ് ഫൂട്ടേജ് തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു അങ്കിളാണെങ്കിൽ ഇതൊന്നും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയും പീസിൻ്റെ അച്ഛനാണെങ്കിൽ മരിച്ചു പോയി എന്നും പിന്നെ നമ്മളെതിരായിട്ട് പാവമെന്ന് വിചാരിക്കുന്ന ജിഹൂണിനെയാണ് ഇന്ന് നമ്മൾ പേടിക്കേണ്ടത്. ഈ ജിഹൂൺ വെറുതെ മിണ്ടാതിരുന്നതുകൊണ്ട് അന്ന് നമ്മൾ അവനെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ ശരിക്കും അവനാണെങ്കിൽ ഇപ്പോൾ അയാൾ മരിച്ചതുകൊണ്ട് തന്നെ പവറെല്ലാം നേടിയെടുത്ത് ഒന്നേന്ന് കൊറിയയിൽ ഒരു പുതിയ ഗ്രൂപ്പ് റീഫോം ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവൻ്റെ ഹെൽപ്പിന് എയിമോ ഉണ്ടെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സണ്ണാണെങ്കിൽ പക്ഷേ എയിമോ മരിച്ചതല്ലേ, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ നിനക്കറിയാമെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് നിൻ്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് സണ്ണ. പക്ഷേ തനിക്ക് എങ്ങനെയും അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു വഴിയേ ഉള്ളൂ, നിൻ്റെ ഫ്രണ്ട്സിനെ പുറത്തിറക്കാം. അതിന് പകരമായിട്ട് ഗവൺമെൻറ് ഫോം ചെയ്ത ആ ഒരു ഗ്യാങ്ങിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയുടെ അങ്കിളെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് സണ്ണും ഒരു പുതിയ മെമ്പറായിട്ട് വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സണ്ണാണെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി ഹോസ്പിറ്റലൈസ്ഡായി കിടക്കുന്ന നാപ്പിനെ കാണാനായിട്ട് മറ്റുള്ളവർ വരുന്നതാണ് കാണിക്കുന്നത്. നാപ്പ് കാണിച്ചിട്ട് പരിപാടിയെല്ലാം തന്നെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നാപ്പ് ഇതൊക്കെ ചെയ്തത് തന്നെ കവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരെല്ലാവരും നാപ്പിൻ്റെ ഫ്രണ്ട്സാണ്. എന്നാൽ നാപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അവൻ ഏറ്റവും കൂടുതൽ അവൻ്റെ കൂടെ നിൽക്കണമെന്നും അവൻ്റെ ഫ്രണ്ടായിട്ടും കണക്കാക്കുന്നത് കവിനെയാണ്. കവിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാനും അവനെ എപ്പോഴും സേഫായിട്ട് വെച്ചിരിക്കാനും വേണ്ടിയിട്ടാണ് ലോബിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്യാങ്ങുമായിട്ട് തന്നെ അവൻ പാർട്ണറായത്. പക്ഷേ കവിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ള കാര്യം കവിൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കവിന് ഇവനോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഫ്രണ്ടായിട്ട് ഇരുന്നിട്ടും ഇതുപോലെ ലോബിസ്റ്റ് ഗ്യാങ്ങിൽ ജോയിൻ ചെയ്ത കാര്യം തന്നെ അറിയിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും ദേഷ്യമുണ്ട്. എന്നാലും ഞങ്ങൾ നിൻ്റെ ഫ്രണ്ട്സ് അല്ലേ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് തുറന്ന് പറയേണ്ടല്ലേ, കുഴപ്പമില്ല, നീയാണെങ്കിൽ നോക്കിയിട്ട് വാ, ഇതിനുള്ള അടി നമ്മൾ എന്നിട്ട് പിന്നെ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അവരെല്ലാവരും പോയി കഴിയുമ്പോൾ സണ്ണ് നിന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നതിൽ നീ അതിശയിക്കേണ്ട, എല്ലാ സത്യങ്ങളൊന്നും ഞാൻ അവരോട് തുറന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ഇതിന് പകരമായിട്ട് എനിക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തതിൻ്റെ ടാറ്റു സണ്ണ് അവൻ്റെ കയ്യിലടിച്ചേക്കുന്നതും ഇവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ലൈഫെല്ലാം തന്നെ ഓക്കെ ആവുന്നതും പഴയതുപോലെ എല്ലാവരും ഒരുമിച്ച് അങ്കിളിൻ്റെ കഫേയിലൊക്കെ കൂടി എൻജോയ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് സണ്ണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും സംസാരിക്കുന്നുണ്ട്. അതായത് തൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓക്കെ ആയെന്നും തനിക്കെല്ലാം സന്തോഷമുണ്ടെന്നും പീസാണെങ്കിൽ വീണ്ടും നന്നായിട്ട് അവൻ്റെ സ്റ്റഡീസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാനും അവൻ്റെ ഡ്രീംസ് ഫോളോ ചെയ്യാനും തീരുമാനിച്ചു. പക്ഷേ തനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. തനിക്കും എങ്ങനെയാലും പവർഫുള്ളാണ്, മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്നെല്ലാം തന്നെ അവൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് 2 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സണ്ണാണെങ്കിൽ ഇപ്പോൾ പീസിനോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. സണ്ണ് നേരെ വരുന്നത് നമ്മൾ ഈ ഒരു സീരീസിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കണ്ടു തുടങ്ങിയൊരു സീനാണ്. സണ്ണിൻ്റെ കൂടെ പഠിച്ച് അവൻ്റെ കോങ് എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ ജുൻഹോ കൊന്നു കളയുന്നത്. എന്നാൽ പക്ഷേ അത് ചെയ്തത് സണ്ണാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് വർഷം അവന് ജയിലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയിൽ തന്നെ കോങ്ങിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചേക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് അവനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സണ്ണിന് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ സണ്ണാണെങ്കിൽ ഇതുപോലെ പീസുമായിട്ട് സംസാരിച്ചൊക്കെ വന്നിട്ട് ശരി എന്നാൽ പിന്നെ വിളിക്കാമെന്ന് പറയും കോൾ കട്ട് ചെയ്തിട്ട് നേരെ ഒരു പയ്യൻ്റെ ആ ഒരു ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. അവിടെ വന്നിരുന്നിട്ട് നമ്മളിപ്പോൾ മീറ്റ് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, എനിക്കാണെങ്കിൽ നിൻ്റെ ഒരു മരണാനന്തര ചടങ്ങിന് പോലും വരാനേ പറ്റിയില്ല, നീ എന്നോട് ക്ഷമിക്കണം, നീ എപ്പോഴും എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ലൈഫിൽ ഈ ഒരു ഇടയ്ക്കെല്ലാം ഉണ്ടായ എല്ലാ സംഭവങ്ങളും അവനാണെങ്കിൽ ഭയങ്കര ഇമോഷനായിട്ട് തന്നെ വിശദീകരിച്ചൊക്കെ പറയുന്നുണ്ട്. പോകുന്നതിന് മുന്നേ തന്നെ ഇനി അടുത്ത് വരുമ്പോൾ പീസിനെയും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരാൻ തന്നെ ഉറപ്പായിട്ടും പീസിനെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായി തുടങ്ങാണ്. എന്നാൽ ആ സമയമാണ് അവനെ പാസ് ചെയ്ത് ഈ ഒരു കോങ്ങിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരു പയ്യൻ വന്നിരിക്കുന്നത്. ആ ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ എക്സാക്റ്റ് കോങ്ങിനെ പോലെ തന്നെ. ഇനി അതൊരു പക്ഷേ കോങ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കോങ്ങിൻ്റെ വേറെ ആരെങ്കിലും ഉണ്ടോ, ശരിക്കും കോങ് മരിച്ചില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു പയ്യനെ ജസ്റ്റ് ഒരു ഇതായിട്ട് സണ്ണും കാണുന്നുണ്ട്. സണ്ണിനപ്പോൾ ഇത് ആരാന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതും കാണിച്ചിട്ടാണ് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ എൻഡ് ആകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഒന്നര കുരുക്കിലിട്ടിട്ടാണ് ഈ ഒരു സീരീസ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു എൻഡിങ് വെച്ച് നോക്കുമ്പോൾ സീസൺ 2 ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു സീരീസ് ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് ഒത്തിരി ആയിട്ടുണ്ട്. സീസൺ 2 പറ്റിയിട്ടോ ഈ ഒരു കാസ്റ്റിനെ പറ്റിയിട്ടോ യാതൊരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ സീസൺ 2 ഉണ്ടാവാനും ചാൻസ് ഇല്ല. എന്തൊക്കെയായാലും ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടാകുമെന്ന് ആരും പറയാനായിട്ട് മറക്കരുത്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.